അടുക്കൽ പ്രമോദ് പുൻകര, ഒരു നാട്ടിൽ ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തീ പടരണമെന്നൊക്കെ പലരും വലിയ കാര്യത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു അനീതി ഉണ്ടാവുകയും അതിലൊരു മരണം ഉണ്ടാവുകയും ചെയ്തു. ജനങ്ങളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ പ്രതിഷേധിക്കേണ്ടതില്ലേ? മാധ്യമങ്ങൾ അത് പറയേണ്ടതില്ലേ? അങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മുൻകൂറായി പറഞ്ഞ് അനുമതി വാങ്ങേണ്ടതുണ്ട്? ഒരു നാട്ടിൽ ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്ന് വൈകിട്ട് അവിടെ കലാപം ഉണ്ടാകണം എന്ന് പറയുന്നതിന് ഇവിടെ ഇപ്പോൾ CPM-ഉം സർക്കാരും കൊടുക്കുന്ന പാരഡി എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു അനീതി ഉണ്ടായാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്നാണ്. മിസ്റ്റർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു. നിങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് എന്നോട് അനീതി കാണിച്ചു. നിങ്ങളോട് ഞാൻ ഇടവേള പറഞ്ഞാണ് പോയത്. അല്ലല്ല, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ ഞാൻ പറഞ്ഞ കട്ട് ചെയ്തു. എന്താ കട്ട് ചെയ്ത് പോയിട്ടെന്ന് വെച്ചാൽ ബിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന തെരച്ചിൽ പ്രവർത്തനത്തിൽ ഒരു താമസവും വന്നില്ല. ബിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞ മാതൃഭൂമി ഞാൻ കേട്ടതല്ലേ? എല്ലാ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടതല്ലേ? പുതിയ കഥ ഇത്ര ആളുകൾ നിർമ്മിച്ചതാ. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിർമ്മിച്ചതാണ്. ആ പുതിയ കഥ രാഷ്ട്രീയമാണ്. കെട്ടിടം തകർന്നു വീണതോ അതിനുള്ളിൽ അവരുടെ ഭാര്യ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതോ ആ കുടുംബം അറിയുന്നത് ഏറെ വൈകിയാണ്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളൊക്കെ കിട്ടുന്നത് ഏറെ വൈകിയാണ്. അവർ കാണുന്നത് ഈ ബഹളങ്ങളൊക്കെയാണ്. പിന്നീട് അവരുടെ കുടുംബത്തിൽ അവർ മരണമുണ്ടായതെന്ന് അറിയുന്നത് ആ സമയത്ത് അവർ പറയുന്നതല്ല. അവിടെ ഈ വിവരം അറിഞ്ഞെത്തിയ മാധ്യമങ്ങളും അവിടെ ഈ വിവരം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരും എല്ലാം അവിടെ JCB അടക്കം അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് ആവശ്യപ്പെടേണ്ട അവസ്ഥയുണ്ടായി എന്നതാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. JCB വരാൻ പാടായിരുന്നു, കെട്ടിടം പൊളിക്കേണ്ടി വന്നു എന്ന് ഭർത്താവ് പറഞ്ഞു. മാധു കേട്ടാ? ഈ അനിൽകുമാർ കേൾക്കാത്തത്? ശ്രീ അനിൽകുമാർ ഒരു നിമിഷം. അങ്ങ് പറഞ്ഞത് കേട്ടു. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് പറഞ്ഞത് കേട്ടു. അങ്ങേക്ക് ആ വാദം ഉന്നയിക്കാനുള്ള അവകാശത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ കുടുംബം ആ വാർത്തയും വിവരവും അറിഞ്ഞത് ഏറെ വൈകിയാണ് എന്നുള്ള വസ്തുത കൂടി ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു. അവർ ഇന്നലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ദിവസം അല്ല, അവർ പറയുന്ന കാര്യങ്ങളിൽ പലതുണ്ടാകും പ്രശ്നം. സ്പോട്ടിലുള്ള നിങ്ങൾ പറയണ എന്താണ്? അപ്പോ സ്പോട്ടിലുള്ള ബിന്ദുവിന്റെ ഭർത്താവോട് പറയുന്ന കേൾക്കണ്ട. പിന്നെയോ അനിൽകുമാർ മാത്രം സംസാരിച്ചാൽ ഇയാൾ എന്തൊരു തരത്തിലുള്ള ആ വിവരം ആ കുടുംബം അറിഞ്ഞത് ഏറെ താമസിച്ചാണ്. അതിനുശേഷം ഞാൻ ഈ ചർച്ചയിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യമടക്കം പറഞ്ഞു എന്ന കാര്യമടക്കം മുന്നോട്ട് വെച്ചു. അവിടെ പരിശോധന അതിലുള്ള ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു തെരച്ചിലിന്. കേട്ടോ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. ആൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോന്ന് പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. കള്ളമല്ലേ പറഞ്ഞത്? അല്ല, അത് സംബന്ധിച്ചുള്ള വിവരം കേരളത്തിലെ മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിവരം ഉണ്ടാക്കാനാണ് സംവിധാനം അവിടെ പ്രവർത്തിക്കേണ്ടത്. കുടുങ്ങിയിട്ടില്ല ശരി, അവനവന്റേതല്ലോ, നാട്ടുകാരുടേതല്ലേ, അതുകൊണ്ട് കുടുങ്ങിയിട്ടില്ല. ഒരു നിമിഷം അല്ലല്ല, അങ്ങ് പറയുന്നതും അങ്ങ് മറ്റുള്ളവർ കേൾക്കണമെന്ന് വിചാരിക്കുന്നത് മാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ചർച്ച. അഡ്വക്കേറ്റ് കേൾക്കുക, മറ്റുള്ളവർ കൂടി പറയാനുള്ളതാണ് ചർച്ച. മറ്റുള്ളവർ കൂടി പറയാനുള്ളതാണ് ചർച്ച. കേട്ടോ, അങ്ങ് പറഞ്ഞ ആ കാര്യത്തെ അത് പറയാനുള്ള അങ്ങയുടെ അവകാശത്തെ അങ്ങയുടെ സമയത്ത് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അങ്ങ് മാത്രം പറയാമെന്ന നിലപാട് അത് പാടില്ല. കേട്ടോ, അങ്ങ് മാത്രം പറയാമെന്ന നിലപാട് പാടില്ല. അത് ജനാധിപത്യമല്ല. കേട്ടോ, അത് ജനാധിപത്യമല്ല. ഒരു രക്ഷത്തിലും വിടില്ല. ശ്രീ പ്രമോദ് പുൻകര അങ്ങയുടെ സമയം. എന്റെ സമയമാണ്. പക്ഷേ അനിൽകുമാർ അലറൽ നിർത്തിയാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ബൈറ്റ് ഞാൻ കേൾപ്പിക്കാം. അല്ലല്ല, അങ്ങക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതും മാത്രമല്ല ചർച്ച. അങ്ങ് കുറച്ച് ജനാധിപത്യ ബോധ്യം കാണിക്കണം ശ്രീ അനിൽകുമാർ.
അങ്ങ് കുറച്ച് ജനാധിപത്യ ബോധം കാണിക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് മന്ത്രിമാർ വന്നതെന്നും അതിനുശേഷമാണ് JCB വന്നത് എന്നും അങ്ങ് പറഞ്ഞു. ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ അവിടെ 1 മണിക്കൂറിന് ശേഷമല്ല JCB വരേണ്ടത് എന്നാണ് ഒരു എളിയ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ ജീവനുണ്ടോ എന്നുള്ള പരിശോധന 1 മണിക്കൂർ മുമ്പിൽ നടക്കണം. അല്ല, പറ്റില്ല. ഇനി പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കാണാൻ വന്നിരിക്കുന്നതല്ല, മറ്റുള്ളവർ കാണാനും കേൾക്കാനും മാത്രം വന്നിരിക്കുന്നവരല്ല, സംസാരിക്കാൻ കൂടി വന്നിരിക്കുന്നവരാണ്. ശ്രീ പ്രമോദ് പുണങ്കര, അങ്ങയുടെ സമയം. എന്നോട് ക്ഷമിക്കണം അനിൽകുമാർ. ശ്രീ പ്രമോദ് പുണങ്കര, അങ്ങയുടെ സമയം. ഒരു ഭരണകൂടത്തിനും ഒരു ഭരണ സംവിധാനത്തിനും ഉത്തരമില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ആക്രോശിച്ച് ഒരു ചർച്ചയെ, സംവാദത്തിനെ വഴിമാറ്റുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അനിൽകുമാറിനെ പോലുള്ള ജനാധിപത്യ വിരുദ്ധന്മാരൊക്കെ. ഇതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം പൊളിഞ്ഞു വീണതിൻ്റെയും വളരെ കൃത്യമായിട്ട് ഈ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ക്രമക്കേടുകളെക്കുറിച്ചും അതിലെ വീഴ്ചകളെക്കുറിച്ചും പറയുമ്പോൾ മറ്റു 100,000 കാര്യങ്ങൾ പറയുകയും ഉമ്മൻചാണ്ടി എന്ന് 100 ആവർത്തിക്കുകയും ഒക്കെ ചെയ്ത് തങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ ഭരണ സംവിധാനത്തിലുള്ള ഇയാളടക്കമുള്ള ഇത്രയും ആളുകൾ, നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെച്ച സംവിധാനങ്ങളല്ല എങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെയോ ജനറൽ ആശുപത്രിയിലെയോ ഒക്കെ ഒരു ടോയ്ലറ്റിൽ വരെ പോയി നോക്കട്ടെ, ഒരു ദിവസം പോലും പോകില്ല. നിങ്ങൾക്കറിയാമല്ലോ, മെഡിക്കൽ കോളേജുകളടക്കം കേരളത്തിൽ അതിമാരകമായ രോഗമുള്ളവർക്കടക്കം ഒരു കട്ടിലിൽ 2 പേരൊക്കെ കിടക്കുന്ന അവസ്ഥയുള്ളതാണ്. പുലർച്ചെ 5 മണിക്കൊക്കെ പോയിട്ടാണ് ആളുകൾ ടോക്കൺ എടുക്കുന്നത് ഇവിടെ ഡോക്ടറെ കാണാൻ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ ആവശ്യം വേണ്ടി വരുന്ന ഒന്നാണ്. പകരം ഇവർ ചെയ്യുന്ന എന്താ? ജനങ്ങൾക്ക് ഔദാര്യമാണ് തങ്ങൾ നൽകുന്നത് എന്നാണ് പറയുന്നത്. കെട്ടിടം പൊളിഞ്ഞു വീണ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അനാവസ്ഥയും രാഷ്ട്രീയമായ ദുരധികാരത്തിന്റെ പ്രകടനവുമാണ് എന്ന് പറയുമ്പോൾ പകരം കഥാപ്രസംഗം നടത്തിയിട്ട് താലൂക്ക് ആശുപത്രിയിൽ കാത്തലാബ് നിയമിച്ച മന്ത്രിയാണ് എന്നൊക്കെയാ പറയുന്നത്. ഇതൊക്കെ മന്ത്രിയുടെയും ഇവരുടെയും ഔദാര്യമാണ്. നോക്കൂ, പ്രൊപ്പഗാൻഡയിലാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. സമ്പൂർണമായ പ്രൊപ്പഗാൻഡയിൽ ഈ സർക്കാർ നിലനിൽക്കുന്നത്. പാലത്തിന് അല്ല, ഇപ്പൊ മറ്റുള്ളവർക്ക് നിങ്ങൾ വരണ്ടേ? അനിൽകുമാർ വരണ്ട. അനിൽകുമാർ ചർച്ചയിലില്ലെങ്കിൽ ആർക്കാ ബുദ്ധിമുട്ട്? നിങ്ങൾ അത്തരക്കാരും ഇത്തരക്കാരും ഒന്നുമില്ല. എല്ലാവരും അഭിപ്രായമുള്ളവരും എല്ലാവരുടെ അഭിപ്രായത്തെയും റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങ് പറയുന്നതിനോട് മറ്റുള്ളവർ പറയുന്നതോട് അങ്ങേക്കോ അനുഭവമില്ലെങ്കിൽ ഇത്തരക്കാരും അത്തരക്കാരുമില്ല. ചർച്ചയിൽ, ജനാധിപത്യപരമായ ചർച്ചയിൽ ഇത്തരക്കാരും അത്തരക്കാരുമില്ല. ഇവിടെ അങ്ങനെ ഇത്തരക്കാരും അത്തരക്കാരുമില്ല. ഇത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള വേദിയാണ്. ശരി, എന്റെ സമയം പൂർണ്ണമായി പൂർത്തിയാക്കുകയാണ്. എന്നോട് മറ്റു പാനലിസ്റ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണം. ജനം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ.